ഹലോ ഗേൾസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ എവിടെയാ പോകുന്നത്? അതിനെന്താ പറയാ? ഹാൻഡ്ലൂം എന്നാ സാധനം ഒന്നുകൂടി പറയാ. അവിടെ നമ്മൾ പോവാണ്. അതിന്റെ വീഡിയോ ആണ് ഇത്. ഞാൻ എന്ത് തിന്നുന്നു അത് അടിച്ചു മാറ്റാൻ വന്ന സ്നേഹ. ഇനി എന്താ പറഞ്ഞ ഇതാണ് കഞ്ഞി, വെള്ളം കുടിക്കുന്ന കഞ്ഞി. രണ്ടാം നമ്പർ നൂല് വരെ നമ്മളിപ്പോൾ മാർക്കറ്റിലുണ്ട്. രണ്ടാം നമ്പർ നൂലിൻ്റെ അതിൻ്റെ വേറൊരു സംഭവം നിങ്ങൾ പഠിച്ചില്ല. ഇങ്ങനെ വണ്ണം കൂടുന്തോറും നൂലിൻ്റെ കൗണ്ട് കൂടുന്തോറും എന്താ ഒട്ടും പ്ലാൻ അല്ലാതെ എടുത്തൊരു വീഡിയോ ആണിത്. ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഞങ്ങൾക്ക് ടെക്സ്റ്റൈൽ സയൻസ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട്. അതിൽ ഫൈബേഴ്സ്, യാൺസ് അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. എൻ്റെ മിനി വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ക്ലാസ്സിന് വേണ്ടിയിട്ട് പോയ സമയത്ത് ഒരു ലോങ് വീഡിയോ ഇതിനെ പറ്റി എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ പോലും ഇതിനെ പറ്റിയിട്ട് കണ്ടതും അറിഞ്ഞതൊക്കെ ഇപ്പോഴാണ്. അപ്പം അതുപോലെ ഈ സ്ഥലം ഹാൻഡ്ലൂം എന്ന് പറയുന്ന സംഭവം ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നതൊക്കെ ആൾക്കാർ അറിയുന്നുണ്ടോ എന്നാലും എനിക്കൊരു ഡൗട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെക്കുറിച്ചൊരു ലോങ് വീഡിയോ തന്നെ ഇടാമെന്ന്. കുഞ്ഞു കുഞ്ഞു പോർഷൻസ് എടുത്തു വെച്ചതൊക്കെ കൂടിയിട്ടൊരു ലോങ് വീഡിയോ ആണിത്. ഇതിൽ ഈ സാറ് ഇതിനെക്കുറിച്ച് കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പറഞ്ഞ കറക്റ്റ് വാർപ്പിംഗ്, ഇതിൻ്റെ പേര് വാർപ്പിംഗ്. അപ്പോൾ നമുക്ക് ഇതിപ്പം മെറ്റീരിയൽസിൻ്റെ വീതി ഇപ്പം 48 ഇഞ്ച് വീതിയാണെങ്കിൽ 48 × 60 നമ്മൾ പറഞ്ഞ ബെഡ്ഷീറ്റിന് വേണ്ടിയിട്ട് 60 അച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ 48ൻ്റെ ഒരു ചുരുക്കം കൂടി കണക്കാക്കിയിട്ട് ഒരു 50 ഇഞ്ച് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് അത് എങ്ങനെയാണ് ഇങ്ങനെ ആയി വരുന്നത് എന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്യുന്നു. പക്ഷെ ആ മെറ്റീരിയൽ ഉണ്ടല്ലോ, ആ മെറ്റീരിയൽ നൂലുകൾ ആക്കി മാറ്റുന്നതും ആ നൂലുകൾ തമ്മിൽ കോർത്തിണക്കി ഇതുപോലൊരു ഡ്രസ്സായി മാറുന്നതും വലിയൊരു പ്രൊസീജിയറിലൂടെയാണ്. 1 or 2 സ്റ്റെപ്പല്ല, അത്രയും വലിയ പ്രൊസീജിയറിലൂടെ. നമുക്ക് നീല നിറത്തിലുള്ള നെല്ല് ഒരു 50 or 60 നിരത്തുണ്ട്. അപ്പോൾ നമുക്ക് എത്ര നൂലാണോ ഇതിൽ വേണ്ടത് ആ നൂലിന് കണക്കായിട്ട് റിപ്പീറ്റ് ചെയ്യാം. മേലേയും താഴെയായിട്ട് വന്ന് അതൊരു കളം. പിന്നീട് വേറൊരു കളത്തിന് ഇതിന് ഒരു 50 നൂലും ഒരു 10 നൂല് വേറൊരു കളം, അതും വേറൊരു കോമ്പിനേഷൻ, വേറൊരു കട്ടപ്പുല്ല്, അതിനും വേറൊരു കോമ്പിനേഷൻ. ഇതിൽ മെയിനായിട്ട് വേണ്ട ഒരു സാധനം ക്ഷമയും ശ്രദ്ധയാണ്. കാരണം ഓരോ നൂലും ശ്രദ്ധയോടെ മാറ്റണം. ഒരു നൂല് മാറിപ്പോയാൽ ഫുൾ പാറ്റേൺ തെറ്റും. അപ്പം ഫുൾ കഴിച്ചെടുക്കണം. പിന്നെ ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഷെഡിൽ അവർക്ക് ഓടാം, അത് യൂസ് ചെയ്തിട്ടാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നീങ്ങുന്നത്. ഇത് റക്കാന്ന് പറയാം. അതിൽ നിന്ന് നമ്മൾ സാധാരണ പറയുന്നതിനോട്ട് തന്നെ കാല്. അവിടെ കാല് ചവിട്ടുന്ന സമയത്ത് ഇതെന്താവും, ഇതിന് അടുത്ത കാല് വലത്ത് കാല് ചവിട്ടുമ്പം പൊന്തുവേ, ഒരു സൈഡ് പൊന്തുവേ, തിരിച്ച് ചവിട്ടിയാ കണ്ടില്ല മാറി വരുന്ന സമയത്ത് എന്തായി, അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതിങ്ങനെ മാറുന്നില്ല, കണ്ടില്ല, ഇതിങ്ങനെ മാറുന്തോറും അതിങ്ങനെ പടഞ്ഞു വരും. ഞാൻ പറഞ്ഞ ആ ഒരു ഇൻസ്ട്രുമെൻ്റ് ഇതിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇതിലൂടെ പാസ് ചെയ്ത് പോകുമ്പോഴാണ് നൂലുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നത്. ആ ഒരു പ്രൊസീജിയറാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇവിടെ ഒരുവിധം എല്ലാ മെറ്റീരിയൽസും ഉണ്ടാക്കുന്നുണ്ട്. മുണ്ട്, ബെഡ്ഷീറ്റ്, ഷർട്ടിൻ്റെ മെറ്റീരിയൽ എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരുടെ കാലം കഴിഞ്ഞാലും ഇത് എക്സിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ യൂസ് കൂട്ടണം. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഹാൻഡ്ലൂം മെറ്റീരിയൽസ് യൂസ് ചെയ്യണം. അപ്പം എനിക്കിത്രേ പറയാനുള്ളൂ. ഇത് പറയാനും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്, അപ്ലോഡ് ചെയ്യുന്നത്. ഇത് എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല, ബട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നെനിക്ക് തോന്നി. അപ്പം ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോവാണ്. അതിനു മുമ്പ് ഇവരെ കുറച്ച് സംസാരം കേൾക്കാം. അതിൻ്റെ മുകളിൽ ആദ്യം അടിയായിരുന്നു ഉള്ളത്. അപ്പോൾ അവിടുന്ന് മാറിനോന്ന് എനിക്ക് പറയാനറിയില്ല. ആദ്യം അടി എന്നോടെന്തിനു വരുന്ന അവിടെ ഉള്ളതല്ല. ഒരാളെ ഭാഗത്തുനിന്ന് വരുന്ന കുട്ടികളെ ലോക്കാക്കി കാത്തുന്നാലും ചെറിയ അതായിരുന്നു.
ഇതൊക്കെ അവിടെ മാനുഫാക്ചർ ചെയ്തതാണ്. ജസ്റ്റ് ഞാൻ കാണിച്ചിരുന്നു. പിന്നെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഞാൻ കാണിക്കാൻ മറന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നൂലിൻ്റെ ഇഴ മാറിയാലെല്ലാം മാറുന്നു. അപ്പോൾ ഇത് വെച്ചാണ് നൂലിൻ്റെ ഇഴ നോക്കുക. ഇനി ഞങ്ങൾ ക്ലാസ്സിലേക്കോട്ടെ. അപ്പൊ എല്ലാവരും എൻ്റെ ചാനൽ അപ്പൊ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ എല്ലാം പറഞ്ഞോളെ.